ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് AG ഫ്രം മാർക്കറ്റ്. സോ മക്കളെ, എന്താണ് നീറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് വരിക, ഹോൾ ടിക്കറ്റ് വരിക, അതേപോലെ സിറ്റി ഇന്റിമേഷൻ എന്താണ്, സിറ്റി അനൗൺസ്മെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അത് ഹോൾ ടിക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് അത് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്. അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കീമിന്റെ ഹോൾ ടിക്കറ്റ് പോലെയല്ല നീറ്റ് ഹോൾ ടിക്കറ്റ് വരുന്നതിന് മുൻപ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ട ചെറിയ ചില കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ആദ്യം നമ്മൾ എന്താണ് നീറ്റിന്റെ ഹോൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നമ്മുടെ എക്സാമിന്റെ ഒരു 1 വീക്ക് മുൻപായിരിക്കും അഡ്മിറ്റ് കാർഡ് വരിക. അപ്പൊ ഇപ്പൊ കീമിന്റെ എക്സാം ഉടനെ തന്നെ ഉണ്ട്, 17th സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നായിട്ടാണ് അഡ്മിറ്റ് കാർഡ് വന്നത്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു 7 days 6 days ബിഫോർ ആയിരിക്കും അഡ്മിറ്റ് കാർഡ് വരിക. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 30-നാണ് അഡ്മിറ്റ് കാർഡ് വന്നത്. അപ്പോൾ ഒരു 5-6 ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് ബിഫോർ ആയിരിക്കും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക. എന്നാൽ അതിനേക്കാൾ മുൻപ് അഡ്മിറ്റ് കാർഡ് വരുന്നതിനും 1 വീക്ക് ബിഫോർ നിങ്ങൾക്ക് സിറ്റി അനൗൺസ്മെന്റ് ഉണ്ടാകും. അതെന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നീറ്റ് എക്സാം ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളും എടുക്കുകയാണെങ്കിൽ ഒരു 500-ലധികം സിറ്റീസിൽ, അതേപോലെ ഒരു അബ്രോഡ് എടുക്കുകയാണെങ്കിൽ ഒരു 10-ലധികം സിറ്റീസിലുമായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും സിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു 5 days ബിഫോർ അല്ലെങ്കിൽ 6 days ബിഫോർ ഹോൾ ടിക്കറ്റ് വന്ന് നിങ്ങൾക്ക് എവിടെയാണ് എക്സാം നടക്കുന്നതെന്ന് അറിഞ്ഞ് ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ, ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏപ്രിൽ 20-ന് ശേഷം 20-നും 25-നും ഇടയ്ക്കായിട്ട് ഏത് സിറ്റിയിലാണ് നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോകുന്നതെന്ന് അവർ നിങ്ങളെ അറിയിക്കും. ജസ്റ്റ് ആ സിറ്റി മാത്രമാണ്, കംപ്ലീറ്റ് അഡ്രസ് ഒന്നും കിട്ടില്ല. എവിടെയായിരിക്കും, നിങ്ങളുടെ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. എക്സാം നടക്കാൻ പോകുന്നത് എവിടെയാണെന്നുള്ളത് മനസ്സിലാകും. സോ അതാണ് സിറ്റി അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് അഡ്മിറ്റ് കാർഡ് അല്ല. ആക്ച്വലി നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. പക്ഷെ ഒരിക്കലും ഇതും കൊണ്ട് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് പോകാൻ സാധിക്കില്ല. ഇതുകൊണ്ടല്ല നമ്മൾ എക്സാം ഹോളിലേക്ക് പോകേണ്ടത്. ജസ്റ്റ് സിറ്റി അനൗൺസ്മെന്റ് മാത്രമായിരിക്കും നടക്കുക. എവിടെ വെച്ചിട്ടാണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, നമ്മളുടെ സ്ഥലം, നമുക്ക് എക്സാമിനേഷൻ സെന്റർ ജസ്റ്റ് ഏത് സിറ്റിയിലാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സിറ്റി അനൗൺസ്മെന്റ്. അതൊരു ഏപ്രിൽ 22-23 ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഏപ്രിൽ 23-നാണ് വന്നത്. അപ്പൊ ഇത്തവണയും 20-ക്കും 25-നും ഇടയിൽ സിറ്റി അനൗൺസ്മെന്റ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാം. ഒരു ഏപ്രിൽ 28-നും 30-നും ഇടയിലായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്യും. അപ്പൊ അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അഡ്മിറ്റ് കാർഡ് ജസ്റ്റ് 24-ലെ അഡ്മിറ്റ് കാർഡ് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ബാർകോഡും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പ്രോപ്പർ ആണോ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അഡ്മിറ്റ് കാർഡിന്റെ ഫസ്റ്റ് പേജിൽ ഉണ്ടാവും. അഡ്മിറ്റ് കാർഡിന് മൊത്തം 3 പേജസ് ആണ് ഉണ്ടാവുക. കീം എൻട്രൻസിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നീറ്റിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അവർ ഫോളോ ചെയ്യുക. കീമിന് സ്ട്രിക്റ്റ് അല്ല എന്നൊന്നും അല്ല, എല്ലായിടത്തും സ്ട്രിക്റ്റ് തന്നെയാണ്. ബട്ട് നീറ്റ് കുറച്ചും കൂടി അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മക്കളെ, ഇവിടെ 3 കോളം നിങ്ങൾക്ക് കാണാം സെൽഫ് ഡിക്ലറേഷനിൽ. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ നിങ്ങളുടെ ഫോട്ടോ ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ റെഡിയാക്കി വെക്കണം. ഏത് ഫോട്ടോ ആണെന്ന് ചോദിച്ചാൽ, നീറ്റിന്റെ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഏത് ഫോട്ടോ ആണോ കൊടുത്തത് അതേ ഫോട്ടോ ഇവിടെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ആണ് വേണ്ടത്. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ വേണം. അപ്പൊ ഈ 2 കാര്യങ്ങളും, നിങ്ങളുടെ ഫോട്ടോ, നീറ്റിന്റെ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കൊടുത്ത അതേ ഫോട്ടോ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷനും നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ നിന്ന് തന്നെ അഫിക്സ് ചെയ്ത് കൃത്യമായിട്ട് എക്സാം ഹോളിലേക്ക് പോവുക. ഇത് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ തന്നെ ഫിക്സ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോ, അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കൊടുത്ത അതേ ഫോട്ടോ. 2, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ. മൂന്നാമത്തത് കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ആണ്. പക്ഷെ ഈ സിഗ്നേച്ചർ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോരുത്. ഇത് എക്സാം ഹോളിൽ ചെന്നതിന് ശേഷം ഇൻവിജിലേറ്ററിന്റെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ ഇവിടെ സൈൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ സൈൻ ഒരിക്കലും വീട്ടിൽ നിന്ന് ചെയ്യരുത്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പൊ തലയുടെ തന്നെ നേരത്തെ തന്നെ ചെയ്ത്, തലയുടെ ഒന്നല്ല, നേരത്തെ തന്നെ ചെയ്ത് വെക്കാം. ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇൻവിജിലേറ്ററുടെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത് ഒരിക്കലും വീട്ടിൽ നിന്ന് ചെയ്യരുത്. സൈൻ ചെയ്യേണ്ടത് എക്സാം ഹോളിൽ ചെന്നിട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം. നെക്സ്റ്റ് പേജിൽ നമുക്ക് ഇതേപോലൊരു കാര്യം കാണാം. ഇവിടെ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. അപ്പൊ എന്താ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നീറ്റ് അപ്ലൈ ചെയ്തപ്പോൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച ആളുകളാണ്, ഫിക്സ് ചെയ്ത ആളുകളാണ്. അപ്പൊ അതേ ഫോട്ടോ, ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്യാം.
ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ 3 കാര്യങ്ങളാണ് ഹോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ തന്നെ റെഡി ആക്കി വെച്ചോ. നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആൻഡ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, പിന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ എടുക്കണം. ഈ 3 കാര്യങ്ങളും ചെയ്തിട്ട് മാത്രമേ എക്സാം ഹോളിലേക്ക് പോവാവൂ. ബട്ട് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സിഗ്നേച്ചർ ഉണ്ട്. അത് ഇൻവിജിലേറ്ററുടെ ഫ്രണ്ടിൽ എക്സാം ഹോളിൽ ചെന്നതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഞാൻ പ്രീവിയസ് ഇയറിലെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ജസ്റ്റ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഫോട്ടോഗ്രാഫും റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഈ 2 കാര്യങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെച്ചോ. എന്താണോ നീറ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, അത് രണ്ടും ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചോ. അക്കാര്യത്തിൽ എന്ത് വേണ്ട, ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ഏപ്രിൽ 25-നും 30-ക്കും ഇടയിലായിട്ട് ഹോൾ ടിക്കറ്റ് വരും. അപ്പൊ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 20-ക്കും 25-നും ഇടയിലായിട്ട് സിറ്റി അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പൊ കൺഫ്യൂസ്ഡ് ആവേണ്ട. അത് ഹോൾ ടിക്കറ്റ് അല്ല, ജസ്റ്റ് സിറ്റി പറഞ്ഞു തരുന്നാൽ മാത്രമാണ് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചോ. അതുകൊണ്ട് ഒരിക്കലും എക്സാം ഹോളിലേക്ക് പോവണ്ട. 25-ന് ശേഷം 30-ക്കും 25-നും ഇടയിലായിട്ട് ഹോൾ ടിക്കറ്റ് വരും. അതിലാണ് നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും തമ്പ് ഇംപ്രഷനും ഒക്കെ എടുത്ത് കൊടുത്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളൂ മക്കളെ. അപ്പൊ ഇപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ വന്ന ഹോൾ ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. കീമിന്റെ ഹോൾ ടിക്കറ്റ് വന്നു, അതിൽ മെഡിക്കൽ അലൈഡുകാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എഴുതേണ്ട എക്സാം നീറ്റ് എക്സാം ആണ്. നിങ്ങൾ ആ ഹോൾ ടിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾ എഞ്ചിനീയറിങ്ങോ ഫാർമസിയോ ബിഫാമോ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു ഹോൾ ടിക്കറ്റ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഹോൾ ടിക്കറ്റ്. അപ്പൊ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, നീറ്റുകാരുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് ഏപ്രിൽ 25-നും 30-ക്കും ഇടയിലായിരിക്കും. അപ്പൊ നന്നായിട്ട് പഠിച്ചോളൂ. ഓൾ ദി വെരി ബെസ്റ്റ്.